8-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായം 19-ാമത്തെ വാക്യം വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളാണ്. 3-ാമത്തെ പോയിന്റ് ആയിരിക്കുന്ന 7 കാഹളങ്ങളുടെ ശബ്ദം. 7 കാഹളങ്ങളുടെ ശബ്ദം എന്ന മെയിൻ ഹെഡിങ്ങിന്റെ താഴെ വരുന്നത് 1. 7 ദൂതന്മാരുടെ കാഹളം. 7 ദൂതന്മാരുടെ കാഹളം. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 7 ദൂതന്മാരുടെ കാഹളം എന്ന ഭാഗം കാണുവാൻ കഴിയും. ഈ 7 ദൂതന്മാർ ആരൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ 7 ദൂതന്മാരുടെ കാഹളത്തെ കുറിച്ച് പറയുമ്പോൾ ഓരോ കാഹളത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തുടർന്നുള്ള വാക്യങ്ങളിൽ 1-ാമത്തെ കാഹളം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിൽ കാണാം. 2-ാമത്തെ കാഹളം 8-ാം അധ്യായത്തിന്റെ 8 മുതൽ 9 അല്ലെങ്കിൽ 8-9 വാക്യങ്ങളിൽ കാണാം. 3-ാമത്തെ കാഹളം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. 4-ാമത്തെ കാഹളം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ കാണാം. 5-ാമത്തെ കാഹളം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വചനത്തിൽ കാണാം. 6-ാം കാഹളത്തെ കുറിച്ച് കാണുന്നത് 9-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ളതായിരിക്കുന്ന വചനവേദ ഭാഗങ്ങളിൽ കാണാം. അവസാനമായി 7-ാം കാഹളത്തെ കുറിച്ച് 11-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ളതായിരിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 1-ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അതിനെ ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയും 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം അവസാന അധ്യായം വരെയും നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം. അതിൽ 1-ാമത്തെ ഭാഗമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 1-ാമത്തെ ഭാഗത്തിൽ 1-ാം അധ്യായം മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുന്നത് 2 ഭാഗങ്ങളാണ്. ആമുഖമായിട്ടും ഏഷ്യയിലെ 7 സഭകൾക്കുള്ളതായിരിക്കുന്ന എഴുത്തുകളെ കുറിച്ചും ഇതിനെ 2ആയിട്ട് തിരിക്കാം. ഇനി 4-ാം അധ്യായം മുതൽ 22-ാം അവസാന അധ്യായം വരെയുള്ളതായ 2-ാം ഭാഗത്തെ നമുക്ക് 3 ഭാഗങ്ങളായി വീണ്ടും നമുക്ക് തിരിക്കാം. അതിൽ 1-ാമത്തെ ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നത്. യെരൂശലേമിന് എതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അത് 4-ാം അധ്യായം മുതൽ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിന്റെ 19 വരെയുള്ള വാക്യങ്ങളാണ് യെരൂശലേമിനെതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനത്തെ കാണുന്നത്. ഈ യെരൂശലേമിനെതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനം എന്ന ഹെഡിങ്ങിന്റെ താഴെ വരുന്ന 3 സബ് ഹെഡിങ് ഉണ്ട്. അതിൽ 1-ാമത്തേത് സിംഹാസനം, 2-ാമത്തേത് 7 മുദ്രകൾ തുറക്കുന്നതും, 3-ാമത്തേത് 7 കാഹളങ്ങളുടെ ശബ്ദത്തെ കുറിച്ച്. ഇതിൽ 1-ാമത്തെ പോയിന്റ് ആയിരിക്കുന്ന സിംഹാസനം, അതിന്റെ സബ് ഹെഡിങ് വരുന്നതാണ് ദൈവസിംഹാസനവും ചുരു തുറക്കുന്ന യോഗ്യനായ ദൈവകുഞ്ഞാടിനെ കുറിച്ച്. 2-ാമത്തെ സബ് ഹെഡിന്റെ ഭാഗമാണ് 7 മുദ്രകൾ തുറക്കുന്നത്. അതിന്റെ ഭാഗങ്ങളാണ്